നമസ്കാരം, ഞാൻ സുമൻ കുമാറാണ്. നമ്മളൊരു കുറച്ച് ടൂൾസുകൾ പഠിച്ചിരുന്നു. ബേസിക് ആയിട്ടുള്ള ടൂൾസ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ടൂൾസുകൾ വെച്ച് നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് വർക്കുകൾ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിന്ന് ഫസ്റ്റ് പറയാൻ പോകുന്നൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേസിക്കായിട്ട് നമ്മൾ അറിയാവുന്നൊരു കാര്യം തന്നെയാണ് പെൻസിൽ എന്ന് പറയുന്നത്, അല്ലേ? ഒരു പെൻസിൽ ഞാൻ ആദ്യം പോയിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. ടൂൾ എടുത്തതിന് ശേഷം ഞാനിങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കുന്നു. ഇവിടെ കളർ വന്നിട്ടില്ല എങ്കിൽ സ്വാച്ചസിൽ പോയിട്ട് ജസ്റ്റ് കളർ ആഡ് ചെയ്യുക. അതിനുശേഷം ഞാനത് ജസ്റ്റ് ഒരു അലൈൻമെൻറ്റ് ചെയ്യുക. സെൻറ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അലൈൻമെൻറ്റ് ഓപ്ഷൻസ് നമ്മളെ മുകളിൽ മറ്റേ ഇൻ്റർഫേസിൻ്റെ മുകളിലായിട്ട് ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ വിൻഡോയിൽ പോയിട്ട് ജസ്റ്റ് അലൈൻ ടൂൾ എന്ന് പറയുന്നതാണ്. ജസ്റ്റ് അലൈൻ എടുത്താൽ ജസ്റ്റ് അലൈൻ ഓപ്ഷൻസ് ഇവിടെ വരും. നമുക്ക് അവിടെ അലൈൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ഇവിടെ അലൈൻ ടു എന്താണ് സെലക്ഷൻ, അലൈൻ ടു കീ ഒബ്ജക്റ്റ്, അലൈൻ ടു ആർട്ട് ബോർഡ്. അപ്പോൾ അലൈൻ ടു ആർട്ട് ബോർഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആർട്ട് ബോർഡ് അനുസരിച്ചായിരിക്കും ഒബ്ജക്റ്റ് മാർക്ക് ചെയ്യുന്നത്. അലൈൻ ടു സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും ഇത് അലൈൻ ചെയ്യപ്പെടുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പറഞ്ഞു തരാം അലൈനെ കുറിച്ചുള്ളത്. ഇപ്പോൾ നമുക്ക് പെൻസിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചു. റെക്റ്റാങ്കിൾ ഷേപ്പ് കുറച്ച് വൈഡായിട്ട് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു കോപ്പി എടുക്കുന്നതിന് പകരം ഞാൻ ഇവിടെ എഡിറ്റിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് കോപ്പി പറയുകയാണ്. കോപ്പി എടുത്തതിന് ശേഷം എഡിറ്റിൽ തന്നെ പേസ്റ്റ് ഇൻ ഫ്രണ്ട് പറയുന്നു. എഡിറ്റിൽ പോയിട്ട് കോപ്പി പറഞ്ഞതിന് ശേഷം എഡിറ്റിൽ പോയിട്ട് പേസ്റ്റ് ഇൻ ഫ്രണ്ട്. അപ്പോൾ പേസ്റ്റ് ഇൻ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒബ്ജക്റ്റിന് മുകളിൽ തന്നെ ഒരു കോപ്പി വരികയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഫ്രണ്ട് കൊടുക്കുന്നു. ഇതിനകത്തൊരു കോപ്പി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കളർ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുന്നു. കളർ ബ്ലാക്ക് ആയതിനു ശേഷം ജസ്റ്റ് ആൾട്ട് പ്രസ് ചെയ്ത് മൗസ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ എനിക്കിതാണ്ട ഇങ്ങനൊരു ഷേപ്സ് കിട്ടി. ഓക്കെ, ഇത്രയും ചെയ്തു. ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. സൂം ചെയ്തിട്ട് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാ പോർഷനും ഒരേപോലെ വരാൻ വേണ്ടി. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളിപ്പം ഞാൻ ജസ്റ്റ് കോപ്പി എടുത്തിട്ട് വീണ്ടും ഒരു കോപ്പി എടുത്തിട്ട് കളർ പിക്ക് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് ഇതിനകത്ത് കൊണ്ടുവച്ചാലും മതി. കണ്ടോ, ഇങ്ങനെയും ചെയ്യാം. കുറച്ചുകൂടെ എളുപ്പം കറക്റ്റ് അതിൻ്റെ അലൈൻ സെൻറ്ററായിട്ട് വരാൻ വേണ്ടി ഞാൻ കോപ്പി പറഞ്ഞ് അതിനുശേഷം പേസ്റ്റിന് ഫ്രണ്ട് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച പെൻ ടൂൾ എടുക്കുക. പെൻ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒരു കർവ് പോലെ ഓപ്ഷൻസ് വരയ്ക്കുക. ഓക്കെ, ജസ്റ്റ് സ്ട്രൈറ്റ് വന്നിട്ട് വീണ്ടും ഒരു കർവ് പോലെ വരയ്ക്കുക. ഇവിടെയും ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കർവ് പോലെ വരച്ചു. അതിനുശേഷം ഞാൻ താഴോട്ട് കൊണ്ടുവന്നിട്ട് ഷേപ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്ന് ജസ്റ്റ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് സ്ട്രൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്ക് ഷേപ്പ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഞാൻ കളർ കൊടുക്കുന്നു. ജസ്റ്റ് ഞാനൊരു ഇവിടെ പോയിട്ട് ഓക്കെ സെറ്റ് ചെയ്ത്. ഓക്കെ, കുറച്ചുകൂടെ മുകളിലേക്ക് വയ്ക്കാൻ ഞാൻ ചെറുതാക്കിയാണ്. വീണ്ടും പെൻ ടൂൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിർത്തിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ കറക്റ്റായിട്ട് കർവ് ചെയ്യുക, ജോയിൻ ചെയ്യുക. സ്വാച്ചസിൽ പോയിട്ട് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യുക. ഏകദേശം ഒരു പെൻസിലിൻ്റെ ഷേപ്പായി കഴിഞ്ഞു. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ആകെ റെക്റ്റാങ്കിൾ ടൂളും പെൻ ടൂളും മാത്രമേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. അതിനുശേഷം ഞാനിവിടെ പോയിട്ട് വീണ്ടും റെക്റ്റാങ്കിൾ ടൂൾ എടുക്കാനെക്കാട്ടി നല്ലത് ഈ ടൂളിനകത്ത് തന്നെ നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം രണ്ട് പോയിൻറ്റും സെലക്ട് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് രണ്ട് പോയിൻറ്റും കർവായിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പം എനിക്ക് എന്തായി ഒരു പെൻസിൽ, വളരെ പെട്ടെന്ന് ഒരു പെൻസിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. ഇതിനകത്ത് ഡീറ്റെയിൽ ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് പെൻ ടൂൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആവും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ജസ്റ്റ് സെറ്റ് ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഇവിടെയും ആ ഒരു കളർ ഷേപ്പ് സെറ്റ് ചെയ്യുക.
ഐ ഡ്രോപ്പർ എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഐ ഡ്രോപ്പർ എടുക്കുക, ജസ്റ്റ് പിക്ക് ചെയ്യുക, സെയിം കളർ പിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇവിടെ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് കളർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് നമുക്ക് കളർ ഗൈഡിൽ പോയിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പെൻസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അല്ലേ. അപ്പം വളരെ കുറച്ച് ടൂളുകൾ നമ്മൾ ഉപയോഗിച്ചോളൂ. റെക്ടാങ്കിൾ ടൂള്, പെൻ ടൂള്, ഐ ഡ്രോപ്പ് ടൂള് ജസ്റ്റ് പിക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു. മെയിനായിട്ട് നമ്മൾ റെക്ടാങ്കിൾ എടുത്തു, പിന്നെ പെൻ ടൂളാണ് ഉപയോഗിച്ചതെല്ലാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പിടികിട്ടിയെന്ന് മനസ്സിലാവുന്നു.